ഹലോ ഗൈസ്, കമോൺ ലെറ്റ്സ് ഗോ ടു മിഥുൻ്റെ സംഗീത് നൈറ്റ്. അതെ ഗൈസ്, ഞങ്ങളെല്ലാവരും റെഡിയായിട്ട് സെറ്റായിട്ടിരിക്കുകയാണ് അവളുടെ സംഗീത് നൈറ്റിന് പോകാൻ വേണ്ടിയിട്ട്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ നൈറ്റ് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു നൈറ്റാണ്. എസ്പെഷ്യലി എനിക്ക്, കാരണം എനിക്ക് സിബ്ലിങ്സ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഫസ്റ്റ് സെമ്മ് മുതൽ അവൾ എനിക്ക് എന്ത് സിറ്റുവേഷൻ വന്നാലും എൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു പേഴ്സണാണ് മിഥു. സോ അവളുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മൊമെൻറ്റ് നടക്കാൻ പോകുന്നതിൻ്റെ തലേന്ന് അവളുടെ ഹാപ്പിനെസ് വിറ്റ്നസ് ചെയ്യാൻ പറ്റുന്ന ഒരു മൊമെൻറ്റ് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യമാണ്. ഹായ്, എല്ലാവരും സീറ്റുകളൊന്നിരിക്കാവോ? ഓക്കെ, സംഗീത് നൈറ്റ് ഈസ് ഒഫീഷ്യലി സ്റ്റാർട്ടിംഗ് റൈറ്റ് ഹിയർ. സോ വന്നു ചേർന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. അതോടൊപ്പം തന്നെ മിഥുവിൻ്റെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ, അല്ലെങ്കിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയി മാറാൻ പോകുന്ന ഒരു ന്യൂ ചാപ്റ്ററിന്റെ ബിഗിനിങ് സെലിബ്രേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ എല്ലാവരും ഇന്നിവിടെ വന്നിരിക്കുന്നത്. അവസാനം നമ്മുടെ ബ്രൈഡിൻ്റെ എൻട്രിയൊക്കെ നടന്നു. ബ്രൈഡിൻ്റെ എൻട്രി നടന്നതിന് ശേഷം ഞാൻ ശരിക്കും വിചാരിച്ചു എൻ്റെ ബേബി സമയമാകുമ്പോഴത്തേക്കും താളം ചവിട്ടുമെന്ന്. അവിടെ നിന്ന് വിറച്ച് നിന്നാണ് എൻ്റെ അടുത്ത് അയ്യോ എനിക്ക് പേടിയാന്ന് ആങ്കറിങ് ചെയ്യാനായിട്ട്. പക്ഷേ എൻ്റെ മോനെ ഷി ഡിഡ് വെൽ. സീരിയസ്ലി പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ പിന്നെ ബ്രൈഡിൻ്റെ കൂടെ പോയി ലെഫ്റ്റ് ദ റൈറ്റ് റീലും എടുത്ത്, പിന്നെ അത് ഈ കാണുന്നൊക്കെയായിരുന്നു സംഗീത് നൈറ്റ് എന്ന് പറഞ്ഞ് അവിടെ നടന്നത്. പിന്നെ ഡാൻസും പാട്ടും മേളവും കൂത്തും ഒക്കെ ആയിട്ട് ഒരു പൊളിയായിരുന്നു അവിടെ അങ്ങ്. ശരിക്കും ഞങ്ങൾക്കൊക്കെ ഭയങ്കര അൺഫോർഗട്ടബിൾ മൊമെൻറ്റ്സ് ആയിരുന്നു ഇതൊക്കെ. കാരണം ഞങ്ങളുടെ ക്ലാസ്സിലെ മിക്കവരും ഒന്നിച്ചും ഉണ്ടായിരുന്നു. സോ ഈ പാട്ടും കൂത്തും മേളമൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. നേരത്തെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിച്ച് ഞങ്ങൾ എല്ലാവരും വീട്ടിലേക്ക് പോയി, പിന്നെ കിടന്നുറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാ.